أسد الإله وسيد الشهداء. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹംസത്തുൽ കറാർ തങ്ങൾ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. അല്ലാഹുവിന്റെ സിംഹം എന്നറിയപ്പെടുന്ന സ്വഹാബിയാണ്. അതാ ശുഹദാക്കളുടെ നേതാവാണ്. ആ ഹംസത്തുൽ കറാർ തങ്ങളെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഉഹുദിന്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തുകയാണ്. ചതിയിലൂടെയാണ് കൊലപ്പെടുത്തുന്നത്. ഹംസത്തുൽ കറാർ തങ്ങളോട് ബദറിലുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണത് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനയുണ്ടായ ദിവസമാണ് മഹാനായ സയ്യിദുനാ ഹംസത്തുൽ കറാർ. ഹംസത്തുൽ കറാർ തങ്ങൾ കൊല്ലപ്പെടുന്ന ദിവസമാണ്. അതാ ബദറിന്റെ ഉഹുദിന്റെ രണാങ്കണത്തിൽ ഒരു മൂലയിൽ ചാട്ടുളിയും പിടിച്ച്, വിഷത്തിലൂട്ടിയ ചാട്ടുളിയും പിടിച്ച് ചാട്ടുളി എറിയുന്ന വീരനായ വഹ്ശി കാത്തിരിക്കുകയാണ്. ആ പാറയുടെ മറവിലിരിക്കുന്ന വഹ്ശിയെ കാണാതെ യുദ്ധരണാങ്കണത്തിൽ ചീറ്റപ്പുലി പോലെ ഓടി നടക്കുന്ന മഹാനായ ഹംസത്തുൽ കറാറിന്റെ ശരീരത്തിലേക്ക് ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് വൈരാഗ്യം തീർക്കാൻ വേണ്ടി അതാ വഹ്ശിയോട് തന്റെ 4 പെൺമക്കളെയും കല്യാണം ചെയ്തു തരാമെന്ന് പറഞ്ഞ് ആ 4 പെൺമക്കളെയും സൗന്ദര്യവതികളായ പെൺമക്കളെ കാഴ്ച വെച്ചുകൊണ്ട് ഹംസത്തുൽ കറാറിനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തതാണ്. മഹാനായ ഹംസത്തുൽ കറാർ തങ്ങൾ രണാങ്കണത്തിലൂടെ ഓടി നടക്കുന്നതിനിടയിൽ പെട്ടെന്നതാ ഉഹുദിന്റെ അകലെയുള്ള ഒരു പാറയിൽ നിന്ന് ഒരു ചാട്ടുളി പറന്നു വരികയാണ്. ആ ചാട്ടുളി വന്നുകൊണ്ട് മഹാനായ ഹംസത്തുൽ കറാർ തങ്ങളെ അടിവയറ്റിലേക്ക് കയറിപ്പോയി. മഹാനായ ഇബ്നു ഹിശാം തങ്ങൾ അവിടുത്തെ സീറത്തുൻ നബവിയിൽ എഴുതുകയാണ്, ഹംസത്തുൽ കറാറിന്റെ ശരീരത്തിലേക്ക് വന്ന് പതിച്ച ചാട്ടുളി ആ വരവിന്റെ ഊക്ക് കാരണം അത് പിറകു വശത്തോടുകൂടി പുറത്തേക്ക് തെറിച്ചുപോയി. ഈ വിഷമങ്ങുള്ളിലെത്തിയതും മഹാനായ ഹംസത്തുൽ കറാർ തങ്ങൾ ഉഹുദിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു വീഴുകയാണ്. പ്രിയമുള്ളവരെ, ഈ സ്വഹാബാ ശരീരം കൊടുത്തത് ആർക്ക് വേണ്ടിയാണ്? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങളുടെ തിരുസുന്നത്തുകളെ ഹയാത്താക്കി ജീവിക്കാൻ നമുക്ക് പ്രയാസമുള്ള കാലമാണ്. ഇവിടെയാണ് സ്വഹാബത്ത് ജീവിതം കൊടുത്ത കഥ നമ്മൾ പറയുന്നത്. ഇത് കേവലം ഒരു ആസ്വാദനമല്ല, ഇത് കേവലം ഒരു ചരിത്രം പറയലല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അനുകരിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഹംസത്തുൽ കറാർ തങ്ങൾ പിടഞ്ഞു വീണു. ഉടനെ 4 ദിക്കിൽ നിന്ന് ശത്രുക്കൾ ഓടി വന്നുകൊണ്ട് ഹംസത്തുൽ കറാർ തങ്ങളെ ശരീരം തുണ്ടമായി അരിയുകയാണ്. കഷ്ണമായി അരിഞ്ഞു വീഴ്ത്തിയ ഹംസത്തുൽ കറാർ തങ്ങളെ ശരീരത്തിനടുത്തേക്ക് അതാ മൃഗീയമായ രൂപത്തിൽ ഒരു ഭ്രാന്തിയെ പോലെ ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് ഓടി വരികയാണ്. പിൽക്കാലത്ത് അവര് മുസ്ലിമായി സ്വഹാബയായി. എന്റെ പ്രിയമുള്ളവരെ, ഹംസത്തുൽ കറാർ തങ്ങളുടെ വയറ്റിലേക്ക് കൈയിട്ടുകൊണ്ട് അവിടുത്തെ കരളിങ് പറിച്ചെടുത്ത് ഹംസത്തുൽ കറാറിന്റെ തലമുകളിൽ കയറി നിന്നുകൊണ്ട് ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് നൃത്തം ചവിട്ടുകയാണ്. മഹാനായ ഇബ്നു ഹിശാം തങ്ങൾ എഴുതുകയാണ്, ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് ഹംസത്തുൽ കറാർ തങ്ങളെ തലയിൽ കയറിക്കൊണ്ട് നൃത്തം ചവിട്ടിയിട്ട് അതാ ഹംസത്തുൽ കറാർ തങ്ങളുടെ കരളിങ്ങനെ കടിച്ചു തുപ്പാൻ വേണ്ടി നോക്കുമ്പോൾ ചവക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഹംസത്തുൽ കറാർ തങ്ങളെ കരള് കടിച്ചു തുപ്പിയ ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് ഈ ഒരു വൈരാഗ്യം തീർത്തുകൊണ്ട് ഉഹുദിന്റെ രണാങ്കണത്തിൽ നിന്ന് മടങ്ങി. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞതെന്തിനാണ്? ഹബീബായ തങ്ങൾക്ക് ഇത്രയേറെ വേദനയുണ്ടായ ദിവസമുണ്ടായിട്ടില്ല. നബിയുടെ കണ്ണിതുപോലെ നനഞ്ഞ രാത്രികൾ ഉണ്ടായിട്ടില്ല. ആളുകൾ ഒരുപാട് കഴിഞ്ഞു. ഈ വഹ്ശി
എന്ന് പറയുന്ന മനുഷ്യൻ അതാ മദീന പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ഹബീബായ തങ്ങളെ മുമ്പിലേക്ക് വന്നുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അവിടുത്തെ എളാപ്പയായ ഹംസത്തുൽ കറാറിനെ ചാട്ടുടി എറിഞ്ഞ് കൊന്ന വഹ്ശിയാണ് ഞാൻ. നബിയെ, എനിക്ക് മാപ്പ് തരുമോ എന്ന് ചോദിക്കുന്ന സമയം ഹബീബായ തങ്ങൾ പറയാണ്, മോനെ, നിനക്ക് മാപ്പുണ്ട്. ഉടനെ വഹ്ശി ഇസ്ലാം പുൽകുകയാണ്, ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആവുകയാണ്, സ്വഹാബിയായി മാറുകയാണ്. പക്ഷേ ഹബീബായ തങ്ങൾ ഒരു നിബന്ധന വെച്ചു, മോനെ വഹ്ശി, നിനക്ക് എന്റെ സദസ്സിലിരിക്കാം, പക്ഷേ എന്റെ മുഖത്തിന് അഭിമുഖമായി കൊണ്ട് നീ ഇരിക്കരുത്. എന്താണ് അങ്ങനെ ഇരിക്കരുതെന്ന് പറയാൻ കാരണം, നീ ഇപ്പോൾ മുസ്ലിമാണ്, സ്വഹാബിയാണ്, പക്ഷേ നിന്റെ മുഖം കാണുമ്പോൾ ഉഹുദിന്റെ രണാങ്കണത്തിൽ കഷ്ണം കഷ്ണമായി അരിഞ്ഞു വീഴ്ത്തപ്പെട്ട് കിടക്കുന്ന ഹംസത്തുൽ കറാറിന്റെ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത് സഹിക്കാനുള്ള ശക്തി എനിക്കില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അന്ന് മുതൽ വഹ്ശി എന്ന് പറയുന്ന സ്വഹാബി വര്യൻ ഹബീബായ തങ്ങൾക്ക് അഭിമുഖമായി ഇരിക്കാറില്ല, മുത്തുനബിയുടെ മുമ്പിലേക്ക് ഇരിക്കാറില്ല. കാരണം അവരെ കാണുമ്പോഴേക്ക് തങ്ങൾക്ക് അത് ഓർമ്മ വരികയാണ്. ഞാൻ പറഞ്ഞത് എന്തിനാണ്? ഇത്രയേറെ വലിയ ക്രൂരത ചെയ്ത മനുഷ്യർക്കും ഇസ്ലാമിന്റെ വെളിച്ചം പകർന്നു കൊടുത്ത നേതാവാണ് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം മക്ക ജയിച്ചടക്കിയ ദിവസമാണ്, ഫത്ഹ് മക്കയുടെ ദിവസമാണ്, മുത്തുനബിക്ക് വല്ലാത്ത സന്തോഷമുള്ള ദിവസമാണ്. ആ ഫത്ഹ് മക്കയുടെ ദിവസം ഹബീബായ തങ്ങൾ എല്ലാവർക്കും പൊതുമാപ്പ് പ്രഖ്യാപിക്കുകയാണ്. ആ ഒരു സമയത്ത് അതാ നിഖാബും ധരിച്ചുകൊണ്ടൊരു പെണ്ണ് വരികയാണ്. വന്നുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ എളാപ്പയായ ഹംസത്തുൽ കറാറിന്റെ കരള് കടിച്ചു തുപ്പിയ എന്താണ് ഞാൻ നബിയേ, എനിക്ക് മാപ്പ് തരുമോ നബിയേ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹിന്ദെന്ന് പറയുന്ന ആ പെണ്ണിന് തങ്ങൾ മാപ്പ് കൊടുക്കുകയാണ്. ഉടനെ ഇസ്ലാം പുൽകിയിട്ട് അവരും സ്വഹാബിയത്തായി മാറുകയാണ്. ഞാൻ പറഞ്ഞത് ശുദ്ധമായ ഒരു ജീവിതം കൊണ്ട്, സൽസ്വഭാവം കൊണ്ട്, മഹിതമായ സഹിഷ്ണുത കൊണ്ട് എത്ര ആളുകൾക്കാണ് മുത്തുനബി ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്തത്. ഇതുപോലെ നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട്, നമ്മുടെ സ്വഭാവം കണ്ടുകൊണ്ട്, നമ്മുടെ പെരുമാറ്റം കണ്ടുകൊണ്ട് ഒരുപാട് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനം ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ശുദ്ധിയുള്ള വഴിയിലേക്ക് കടക്കാനുള്ള മാർഗം. ഇതിലാ ദലീല അലാ ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹത്തോടെ പെരുമാറിയ മുത്തുനബിയുടെ അതേ സ്വഭാവത്തെ താബിആക്കുകയാണ് വേണ്ടത്. തങ്ങളുടെ ചര്യകളെ അനുധാവനം ചെയ്യലാണ്. അതുമാത്രമാണ് രക്ഷക്കുള്ള വഴി എന്നാണ് മഹാന്മാര് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ശുദ്ധി വേണം. നമ്മുടെ ജീവിതം ഹറാമുകളെ തൊട്ട് മുക്തമാകണം. നമ്മുടെ ജീവിതം ആരോടും ദേഷ്യമില്ലാത്ത ജീവിതമാകണം. അനാവശ്യമായി ദേഷ്യം പിടിക്കുന്ന സ്വഭാവം നമ്മൾ ഒഴിവാക്കണം. ഈ പറയുന്ന ഞാനും എന്റെ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങളുമെല്ലാം
ത്വാഹിറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്ദരമായ സ്വഭാവത്തിലൂടെ ജീവിച്ച് മരിക്കണേ അല്ലാ. 5 ദിവസമായി ഞങ്ങൾ മുത്തുനബിയെ പറയാൻ തുടങ്ങിയിട്ട് അല്ലാഹുവേ, ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞ ഈ മഹബ്ബത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞ ഈ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന മഹബ്ബത്തിന്റെ പ്രഭാഷണം പറഞ്ഞതിന്റെയും കേട്ടതിന്റെയും ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം പൊറുക്കണേ അല്ലാ. ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണേ അല്ലാ. നിന്റെ ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടം ഞങ്ങളെ ഖൽബിൽ നിറച്ചു തന്ന് അവിടുത്തെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽപ്പെട്ട് ആശിഖീങ്ങളിൽപ്പെട്ട് തങ്ങളോടുള്ള വലിയ സ്നേഹം ഖൽബിലുണ്ടായി അവസാനം മരിക്കുന്ന സമയത്ത് മുത്തുനബിയുടെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ കഴിഞ്ഞാൽ എന്തു ഭാഗ്യമാണ്, എന്ത് സന്തോഷമാണ്. തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ സ്ഥാപനങ്ങളെയും ഈ സംരംഭങ്ങളെ